ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ ആർട്ട് എഡ്യൂക്കേഷൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. ഇതിൻ്റെ മലയാളം വേർഷൻ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മലയാളം മീഡിയം കാർക്ക് വേണ്ട ക്ലാസ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ STD7 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കുക. അതല്ലെങ്കിൽ STD7 ആർട്ട് എഡ്യൂക്കേഷൻ എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിലെടുത്ത് നോക്കിയാലും മതി. 1 മുതൽ 5 വരെയുള്ള കുട്ടികൾക്കുള്ള ഓൺലൈൻ ട്യൂഷൻ നമ്മൾ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. അതിന് നിങ്ങളുടെ സിബ്ലിങ്സോ അനിയനോ അനിയത്തിയോ ആരെങ്കിലൊക്കെ അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അതുപോലെ 1-2 ക്ലാസ്സിലെ കുഞ്ഞു മക്കൾക്കായിട്ട് നമ്മൾ പുതിയ ക്ലാസ്സുകൾ കൊടുക്കുന്നതിനായിട്ട് എജ്യൂമേറ്റ് 2.0 എന്ന പുതിയൊരു ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ചാനൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ലിങ്ക് കൊടുക്കാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. നോക്കൂ, തരതാനേ തരതാനേ തന്താനേ തരതാനീന, തരതാനേ തരതാനേ തന്താനേ തരതാനീന. ഇതെന്താ തന്നിരിക്കുന്നത്? ഒരു വായ്ത്താരിയാണ് അല്ലേ? നാടൻ പാട്ടിൻ്റെയൊക്കെ ഒരു വായ്ത്താരിയാണ്. From a circle and sing the chorus in your own tunes. As you place each step while turning round and round, gradually reduce and increase the speed of the steps. Do it several times. Now shall we familiarize about a dance from that follows this pattern. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? ഈ വായ്ത്താരി കൂട്ടത്തോടെ നിങ്ങൾ വട്ടത്തിൽ നിന്നിട്ട് ചൊല്ലുക. ചൊല്ലുമ്പോൾ എന്ത് ചെയ്യുക? സ്റ്റെപ്പ് ഇങ്ങനെ വെക്കുക. വട്ടത്തിൽ ഇങ്ങനെ നിന്നുകിട്ട് നിങ്ങൾ നൃത്തം ചെയ്യുന്നത് പോലെ സ്റ്റെപ്പ് വെക്കുക. പതുക്കെ പതുക്കെ സ്റ്റെപ്പിൻ്റെ സ്പീഡ് കൂട്ടുക. വായ്ത്താരിയുടെ സ്പീഡും സ്വാഭാവികമായിട്ടും കൂട്ടുക. എന്ത് ചെയ്യുക? സ്റ്റെപ്പ് വെക്കുന്നത് കൂട്ടുക. നിങ്ങൾക്കപ്പോൾ ഒരു ആർട്ട് ഫോം കിട്ടും. ഇത്തരത്തിലുള്ളൊരു ആർട്ട് ഫോമിനെ നമുക്ക് പരിചയപ്പെടാം. ഗദ്ദിക എന്നാണ് ആ ആർട്ട് ഫോമിൻ്റെ പേര്. ഗദ്ദിക ഈസ് ദ റിച്വലിസ്റ്റിക് ഡാൻസ് ഫോം ഓഫ് ദ ആദ്യ ട്രൈബ് ഇൻ വയനാട്. ഇറ്റ് ഈസ് പെർഫോംഡ് ഇൻ 2 styles, നാട്ടുഗദ്ദിക ആൻഡ് പൂജ ഗദ്ദിക. Gadiga is performed as women dance in accordance with the rhythmic tapping and singing of men. ഇപ്പം എന്താ ഗദ്ദിക എന്ന് പറയുന്നത്? വയനാട്ടിലെ അടിയ വംശത്തിലുള്ള ഗോത്ര വിഭാഗക്കാരുടെ ഒരു ഡാൻസ് ആണ്. റിച്വലിസ്റ്റിക് ഡാൻസ് ആണ്. അതായത് അനുഷ്ഠാന കലയാണ്. പരമ്പരമായിട്ട് അനുഷ്ഠിച്ചു പോരുന്ന ഒരു കലാരൂപമാണ്. അതിൽ സാധാരണയായിട്ട് 2 തരത്തിലുണ്ട് ഗദ്ദിക: നാട്ടുഗദ്ദികയും പൂജാ ഗദ്ദികയും. സാധാരണ ആണുങ്ങൾ പാടി സ്ത്രീകൾ ഇങ്ങനെ കൂട്ടത്തോട് കൂടിയിട്ട് നൃത്തം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗദ്ദിക എന്ന് പറയുന്നത്. താഴെ ഒരു ചോദ്യമുണ്ട്: ഗദ്ദിക ഫീച്ചേഴ്സ്. വാട്ട് ഫീച്ചേഴ്സ് ഓഫ് ഗദ്ദിക ഡിഡ് യു നോട്ടീസ് വൈൽ വാച്ചിങ് ദ പെർഫോമൻസ്? ഗദ്ദിക ഡാൻസ് കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് അതിൻ്റെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ്, എന്തൊക്കെ സവിശേഷതകളാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്? ട്രൈബ്: അടിയ ട്രൈബ് ഓഫ് വയനാട്. ജേണേഴ്സ്: ദർ ആർ 2 types, നാട്ടുഗദ്ദിക ആൻഡ് പൂജാ ഗദ്ദിക. പെർഫോമൻസ് സ്റ്റൈൽ: men sing and beat the rhythm while women dance with their feet. അപ്പോൾ നമുക്ക് ഈ പാരഗ്രാഫിൽ നമ്മൾ വായിച്ച കാര്യങ്ങൾ തന്നെ ഫീച്ചേഴ്സായിട്ട് നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. താഴെ മറ്റൊരു ചോദ്യം: കംപ്ലീറ്റ് ദ ടേബിൾ. ഗദ്ദിക പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് അടങ്ങുന്ന ഒരു ടേബിളാണ് താഴെ. അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ആദ്യം വെന്യൂ. എവിടെയാണ് നടക്കുന്നത്? Originally performed within the Adia tribe community in Wayanad, later brought to the public stage. ശരിക്കും അത് വയനാട്ടിലെ ഗോത്രവിഭാഗമായിട്ടുള്ള അടിയ ട്രൈബിൻ്റെ ഇടയിലുള്ള നൃത്തരൂപമാണ്. ഇപ്പോൾ അതൊരു ലേറ്റർ അതിന് ശേഷം എന്താണ് പബ്ലിക് സ്റ്റേജിലേക്കും പെർഫോമൻസ് ആയിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണ്? വിമൻ ഡാൻസ് ഇൻ എ സർക്കുലർ ഓർ ലീനിയർ മോഷൻ വിത്ത് റിതമിക് ടാപ്പിംഗ്, ഓഫ്റ്റൻ യൂസിങ് സ്റ്റിക്സ് ആസ് സീൻ ഇൻ ദ ഇമേജ്. സ്ത്രീകൾ വട്ടത്തിൽ അല്ലെങ്കിൽ ലീനിയറായിട്ട് നേരെ നിന്നിട്ട് താളത്തിനനുസരിച്ച് നൃത്തം വെക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ വടിയോ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സോങ് അക്കമ്പനീഡ് ബൈ ദ സിംഗിങ് ഓഫ് മെൻ. എങ്ങനെയാണ്? പുരുഷന്മാരാണ് സോങ് പാടുന്നത്. ഇൻസ്ട്രുമെൻറ്റ്: പ്രൈമർലി റിതമിക് ടാപ്പിംഗ്. സ്റ്റിക്സ് വെച്ചിട്ടുള്ള താളത്തോട് കൂടിയിട്ടുള്ള ടാപ്പിംഗ് ആണ് ശരിക്കും നടക്കുന്നത്. ആൻഡ് വോക്കൽ മ്യൂസിക് ഇൻക്ലൂഡ്സ് നാട്ടുഗദ്ദിക ആൻഡ് പൂജാ ഗദ്ദിക സ്റ്റൈൽസ്. അതോടൊപ്പം തന്നെ വോക്കൽ ഗദ്ദിക, അതായത് വോക്കൽ സിംഗിങ്, വായ കൊണ്ട് പാടുന്ന സിംഗിങ് ഉണ്ട്. അതിൽ നാട്ടുഗദ്ദികയിലും പൂജാ ഗദ്ദികയായിട്ട് അതും ഉണ്ട്. കോസ്റ്റ്യൂം: ട്രഡീഷണൽ ട്രൈബൽ അറ്റയർ. വിമൻ വെയർ കളർഫുൾ സാരീസ് ഡ്രാപ്ഡ് ഇൻ എ സ്പെസിഫിക് സ്റ്റൈൽ, ഓഫ്റ്റൻ വിത്ത് ഹെഡ് കവേഴ്സ് ഓർ ഡിസ്റ്റിങ്ക്റ്റ് ഓർണമെന്റ്സ്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ള മക്കളെ? സാധാരണ ഗോത്രവിഭാഗക്കാരുടെ വേഷം തന്നെയാണ്. സ്ത്രീകൾ നല്ല കളർഫുൾ ആയിട്ടുള്ള സാരികളൊക്കെ ധരിക്കും, പിന്നെ ഓർണമെൻറ്റ്സും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗദ്ദിക ഡാൻസ് കണ്ട ശേഷം എഴുതാൻ പറ്റുന്ന ഫീച്ചേഴ്സ്.
P.K. Kalan, 1937 to 2007. It was P.K. Kalan who brought Gaddika out of the confines of the community and onto the public stage. He presented Gaddika in a novel manner as an expression of the identity of his community beyond that of a ritualistic art form. അപ്പോൾ ഗദ്ദികയെ നാട്ടിൽ അവരുടെ ഗോത്ര വിഭാഗത്തിലുള്ള അവിടുത്തെ നൃത്തരൂപത്തിൽ നിന്നും ഓപ്പൺ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്ന, ആളുകളിലേക്ക് അറിയപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നത് P.K. കാളനാണ്. അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റി കുറച്ചുകൂടെ അറിയപ്പെടാൻ വേണ്ടിയിട്ട് സഹായിച്ചു. വിശ്വാസങ്ങളുടെ ഭാഗമായിക്കൊണ്ട് മാത്രം നിലനിന്നിരുന്ന ഈ അനുഷ്ഠാന കല അതിൻ്റെ കലാമൂല്യം ചോർന്നു പോവാതെ പൊതുവേദികളിലേക്ക് ഇറക്കിയത് P.K. കാളനാണ്. ഇനി നമുക്ക് താഴെ കുറച്ച് റിച്വലിസ്റ്റിക് ആർട്ട് ഫോമിൻ്റെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ദീസ് ആർ പിക്ചേഴ്സ് ഓഫ് സം റിച്വൽ ഡാൻസ് ഫോംസ് ഇൻ കേരള. ക്യാൻ യു നെയിം ഈച്ച് ഓഫ് ദെം? കേരളത്തിലുള്ള ഓരോ റിച്വലിസ്റ്റിക് ആർട്ട് ഫോമാണ് താഴെ തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ്? 1 തെയ്യം, 2 പടയണി, 3 ദഫ്മുട്ട്, 4 കളരിപ്പയറ്റ്, 5 കാവടിയാട്ടം, 6 മുടിയാട്ടം. ഇനി എന്താണ് റിച്വൽ ആർട്സ് എന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. റിച്വൽ ആർട്ട് ഫോംസ് റീക്രിയേറ്റ് ലെജൻഡ്സ്, റിവീൽ ഡിഫറെൻറ്റ് കൾച്ചറൽ ട്രഡീഷൻസ് ആൻഡ് റെപ്രസെൻറ്റ് ഹിസ്റ്റോറിക്കൽ ടെയിൽസ് ആൻഡ് ക്രീഡ്സ് ഇൻ എ സിംബോളിക് മാനർ. ഐതിഹ്യങ്ങൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ ഐതിഹ്യങ്ങളെയൊക്കെ പുനരാവിഷ്കരിക്കുക. അങ്ങനെ പുനരാവിഷ്കരിക്കുകയും സാംസ്കാരികപരമായിട്ടുള്ള പാരമ്പര്യ രീതികളെ റിവീൽ ചെയ്ത് തുറന്നു കാണിക്കുകയും അതുപോലെ ചരിത്രപരമായ കഥകളെയും മറ്റുമൊക്കെ സിംബോളിക്കായിട്ട്, അതായത് പ്രതീകവൽക്കരിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന കലാരൂപങ്ങളാണ് റിച്വൽ ആർട്ട് ഫോംസ് എന്ന് പറയുന്നത്. അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രിപ്പയർ എ നോട്ട് ഓൺ എ റിച്വലിസ്റ്റിക് ആർട്ട് ഫോം ഇൻ യുവർ ലൊക്കാലിറ്റി, പ്രസൻറ്റ് ഇറ്റ് ഇൻ യുവർ ക്ലാസ് റൂം. നിങ്ങളുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന കലയുമായിട്ട് ബന്ധപ്പെട്ട അതിനെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ നാട്ടിലും വ്യത്യസ്തമായിരിക്കും. മക്കളുടെ നാട്ടിൽ ഏതാണോ അങ്ങനെ ഒരു ആർട്ട് ഫോം ഉള്ളത് അതിനനുസരിച്ച് എഴുതുക. ഇനി ആരാണ് കാപ്പാട് അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് നോക്കാം. കാപ്പാട് അഹമ്മദ് കുട്ടി മുസ്ലിയാർ played an important role in popularizing ദഫ്മുട്ട്, an art form which was largely confined to Muslim homes and mosques. Besides several awards from the Kerala Sangeeta Nataka Academy, he also received a special award in 1983 from the Prime Minister Indira Gandhi at the Indian International Trade Fair in New Delhi. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ മുസ്ലിംസിൻ്റെ വീടുകളിൽ ഒതുങ്ങിക്കൂടിയിരുന്ന, അല്ലെങ്കിൽ അതുപോലെ പള്ളികളിലൊക്കെ മാത്രം കളിച്ചിരുന്ന ദഫ്മുട്ടിനെ പോപ്പുലറൈസ് ചെയ്തത്, അറിയപ്പെടുന്ന രീതിയിലേക്ക് എത്തിക്കാൻ സഹായിച്ച വ്യക്തിയാണ് കാപ്പാട് അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അദ്ദേഹത്തിന് നിരവധി അവാർഡുകളും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നിങ്ങൾക്ക് ഒന്നാമത്തെ പാഠഭാഗത്തിൽ ചെയ്യാനായിട്ടുള്ളത്. എല്ലാ മക്കൾക്കും ചോദ്യങ്ങളൊക്കെ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 7ാം ക്ലാസ്സിലെ കൂടുതൽ വീഡിയോസ് നമ്മൾ വൈകാതെ ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യണേ. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്